ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു കണക്റ്റിംഗ് റോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആണ് കണക്റ്റിംഗ് റോഡ്. അതിന് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഫയൽ, ന്യൂ, പാർട്ട്. പാർട്ട് എടുത്തിട്ട് നമുക്ക് ആദ്യം 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഫ്രണ്ട് പ്ലെയിൻ എടുക്കാം. ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്. നമുക്ക് ആദ്യം സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അഗൈൻ സർക്കിൾ. ഇതിന്റെ സെന്ററിൽ അഗൈൻ ഒരു സർക്കിൾ. ഒരു സെന്റർ ലൈൻ വരച്ചു കൊടുക്കാം. ഇതുവരെ റൈറ്റ് ക്ലിക്ക്, സെലക്ട്. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. ഡയമെൻഷൻ ഔട്ടർ സർക്കിളിന്റെ 72 mm, ഇന്നർ സർക്കിൾ 54 mm, അതുപോലെ ടോപ്പിലുള്ള സർക്കിളിന്റെ 45 mm, ഇന്നറിൽ 33.8 mm. ഓക്കെ, നമുക്കിതിന്റെ ലൈനിന്റെ ഡയമെൻഷൻ 201.2 mm. ഇനി നമുക്ക് കണക്റ്റിംഗ് റോഡിന്റെ കണക്ഷൻ ലൈൻ വെച്ചു കൊടുക്കാം. ഇതിന്റെ തൊട്ടുന്ന് ഓക്കെ, സെലക്ട്. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഈ ലൈനിൻ്റെ ഇതും കൺട്രോൾ വെച്ചിട്ട് സർക്കിളും കണക്ട് ചെയ്യുമ്പോൾ കോയിൻസിഡന്റ് റിലേഷൻ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് രണ്ട് ലൈൻ സെലക്ട് ചെയ്തിട്ട് മിറർ ചെയ്യാം. മിറർ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ലൈനിന്റെയും 20 mm ആംഗിൾ വന്നിട്ട് 6 ഡിഗ്രി. ഇതിപ്പോൾ ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പാത്ത് ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് എൽ. നമുക്ക് ട്രിം ചെയ്യാം. ട്രിം എൻറ്റിറ്റി ബോത്ത്. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ച് ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ്. ആദ്യം നമുക്ക് ബോത്ത് സർക്കിൾ സെലക്ട് ചെയ്യാം. സർക്കിൾ ബ്ലൈൻഡ് മാറ്റി, ഡയറക്ഷൻ ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ എടുക്കാം. മിഡ് പ്ലെയിനിൽ ഡയമെൻഷൻ 38 mm. ഫിനിഷ് സ്കെച്ച് നമുക്ക് ഡ്രോയിങ് സ്കെച്ച് ഷോ കൊടുത്തിട്ട് അഗൈൻ എക്സ്ട്രൂഡ്. ബോത്ത് ലൈൻ സെലക്ട് ചെയ്യാം. അഗൈൻ ഇതിൽ സ്കെച്ച് സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് ദിസ്. അതുപോലെ മിഡ് പ്ലെയിൻ സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡിൽ ഡിസ്റ്റൻസ് വന്നിട്ട് 18 mm. ഓക്കെ, വിസിബിലിറ്റി normal plane. Create sketch, slot, center point slot. ഇതിന്റെ സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. ഡിസ്റ്റൻസ് വന്നിട്ട് 19 mm, റേഡിയസ് 8 റേഡിയസ്. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് കട്ടിൽ 4 mm ഡൗൺ സൈഡ്. ഓക്കെ. ഇനി നമുക്ക് മിറർ ചെയ്യാം. ഇതിന് മിറർ സെലക്ട് ചെയ്യാം. മിററിൽ പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഈ എക്സ്ട്രൂഡ് കട്ടും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 സൈഡിലും ഈ കട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലേറ്റ് ഈ കോർണറിൽ 1 mm റേഡിയസിൽ ഈ കോർണർ ആൻഡ് this corner. ഫിനിഷ്. രണ്ട് കോർണർ ഫില്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി റെഫറൻസ് പ്ലെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് 30 mm ഫ്ലിപ്പ്. ഓക്കെ, പ്ലെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ആദ്യം ഫില്ലേറ്റ് ഒന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സിൽ ഫില്ലേറ്റ് 20 mm റേഡിയസിൽ ഈ സൈഡ് ദിസ് സൈഡ് ഫില്ലേറ്റ് 20 mm റേഡിയസ് ഫിനിഷ്. അഗൈൻ ഫില്ലേറ്റ് എടുക്കുക. റേഡിയസ് വന്നിട്ട് ഡൗൺ സൈഡിൽ 40 mm രണ്ട് സൈഡും ഫില്ലേറ്റ് 40 mm ഫിനിഷ്. ഇപ്പോൾ ഫില്ലേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നോർമൽ ടു സ്കെച്ച് എടുക്കാം. പ്ലെയിൻ നോർമൽ ടു സ്കെച്ച്, ക്രിയേറ്റ് സ്കെച്ച്. പ്ലെയിൻ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് സ്കെച്ച്. നമുക്ക് സെന്റർ പോയിന്റ് സ്ലോട്ട് എടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ 76 mm റേഡിയസ് വന്നിട്ട് 9 റേഡിയസ്. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് ബ്ലൈൻഡ് മാറ്റിയിട്ട് അപ് ടു സർഫേസ് കൊടുക്കാം. സർഫേസിന് ഇതിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫിനിഷ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലുള്ള ഫില്ല് നമുക്ക് ആവശ്യമില്ല. അതിന് നമുക്ക് ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. കൺവേർട്ട് എൻറ്റിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഫീച്ചേഴ്സിൽ പോവുക. എക്സ്ട്രൂഡ് കട്ട് ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ കൊടുക്കാം. ഫിനിഷ്. അപ്പം നമുക്ക് ആ കട്ടിങ് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് സ്കെച്ച്, സർക്കിള്, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നോക്കാം. അഗൈൻ ഇപ്പുറത്തെ സൈഡിൽ സ്മാർട്ട് ഡയമെൻഷൻ 9 mm ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് കട്ട് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ത്രൂ ആൾ കൊടുക്കാം. ഫിനിഷ്. ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്ലെയിൻ നമുക്ക് ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലൊരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പോളിഷ് ബ്രോൺസ് കൊടുക്കാം. ലെറ്റ്സ് സേ
സേവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഗൈസ്. നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം. സേവ്.